കോൺഗ്രസ് എം പി പ്രിയങ്ക വദ്ര IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടിയെ അപമാനിച്ചതിൽ പ്രതിഷേധം ശക്തം എന്നതാണ് വാർത്ത. കാമകോടിയെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് വിളിച്ചതിനെതിരെ 200-ലധികം വൈസ് ചാൻസലർമാരും മുൻ വൈസ് ചാൻസലർമാരും അക്കാദമിക് വിദഗ്ധരും പ്രിയങ്ക വദ്രയ്ക്ക് പ്രതിഷേധ കത്തെഴുതി. പ്രശസ്ത ശാസ്ത്രജ്ഞന്റെ അക്കാദമിക് യോഗ്യതകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണിതെന്ന് കത്തിൽ ആരോപിക്കുന്നു. പ്രൊഫസർ കാമകോടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആ മനുഷ്യനെയാണ് ഈ പ്രിയങ്ക വദ്ര, അതായത് DLF അഴിമതി നടത്തിയ, ഭൂമി കുംഭകോണം നടത്തിയ റോബർട്ട് വദ്ര എന്ന ഇന്ത്യയിലെ കൊടും ക്രിമിനലിന്റെ ഭാര്യ, അതും കോൺഗ്രസിലെ ലോക തോൽവികളായ 2 പേരിലെ മൂത്ത വ്യക്തി, ആ മനുഷ്യനെ വിളിച്ചതാണ് ഗോമൂത്ര വിദഗ്ധൻ എന്ന്. ഇനി അദ്ദേഹത്തിന്റെ അക്കാദമിക് യോഗ്യതയെക്കുറിച്ച് നമ്മൾ എന്തായാലും പ്രിയങ്ക വദ്രയെ കേട്ടവരോട് ഒന്ന് പറയുകയാണ്. പ്രൊഫസർ കാമകോടി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ IIT മദ്രാസിന്റെ ഡയറക്ടറാണ്. മിസ് പ്രിയങ്ക ഗോമൂത്ര വിദഗ്ധനല്ല, അദ്ദേഹം IIT മദ്രാസിന്റെ ഡയറക്ടറാണ്. IIT മദ്രാസിൽ നിന്നാണ് അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ MSം PhDയും നേടിയത്. 10ാം ക്ലാസ്സും ഗുസ്തിയുമല്ല. നിങ്ങളുടെ കുടുംബത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് 10ാം ക്ലാസ്സും ഗുസ്തിയും മതിയാകും. എന്നാൽ അദ്ദേഹം അതായിരുന്നില്ല. MSം PhDയും നേടിയത് മദ്രാസ് IITയിൽ നിന്നാണ്. 150-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹം 50-ലധികം ഗവേഷണ വികസന പദ്ധതികളിൽ പങ്കാളിയായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ വാഴ്ത്തുപാട്ടല്ല അദ്ദേഹം എഴുതിയത്. 150-ലധികം ഗവേഷണ പ്രബന്ധങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. DRDO അക്കാദമിക് എക്സലൻസ് അവാർഡ്, ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ അസോസിയേഷൻ ടെക്നോ വിഷണറി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഗ്രേഡ് മൈക്രോ പ്രോസസറിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ കാമകോടി എന്ന് പറയുന്ന IIT ഡയറക്ടറെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ യോഗ്യത കൂടി അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നറിയിക്കുകയാണ്. നിങ്ങളുടെ അടുക്കളക്കാരായും നിങ്ങളുടെ തോട്ടം പണിക്കാരുമായും ഒക്കെ നിരവധി വിദഗ്ധന്മാരെ കണ്ടിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയില്ല വി കാമകോടിയെ. ഓർത്താൽ നന്ന്.